الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിന്ന് സൂറത്തു യൂനുസിലെ 29-30 രണ്ട് ചെറിയ സൂക്തങ്ങളാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين. هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. ഫക്കഫാ ബില്ലാഹി, അപ്പോൾ അല്ലാഹു മതി, ഷഹീദൻ സാക്ഷിയായിട്ട്, ബൈനനാ വ ബൈനക്കും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ, ഇൻ കുന്നാ തീർച്ചയായും ഞങ്ങളാകുന്നു, അൻ ഇബാദത്തിക്കും നിങ്ങളുടെ ആരാധനയെ സംബന്ധിച്ച് ലഗാഫിലീൻ അശ്രദ്ധർ തന്നെ. ഹുനാലിക അപ്പോൾ അവിടെ, തബുലു കുല്ലു നഫ്സിൻ ഓരോ ശരീരവും പരീക്ഷിച്ചറിയും അല്ലെങ്കിൽ അനുഭവിച്ചറിയും, മാ അസ്ലഫത്ത് തങ്ങൾ മുൻകൂട്ടി ചെയ്തു വച്ചത് അഥവാ പൂർവ കർമ്മങ്ങൾ, വറുദ്ദു ഇലല്ലാഹ് അവർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും, മൗലാഹുമുൽ ഹക്ക് അവരുടെ സാക്ഷാൽ യജമാനനിലേക്ക്, വദല്ല അൻഹും അവരിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു അല്ലെങ്കിൽ വഴിമാറിപ്പോകുന്നു, മാ കാനു യഫ്തറൂൻ അവർ കൃത്രിമമായി നിർമ്മിച്ചതൊക്കെയും. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വ ബൈനക്കും അപ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അല്ലാഹു മതി. ഇൻ കുന്നാ അൻ ഇബാദത്തിക്കും ലഗാഫിലീൻ ഞങ്ങളെ ആരാധിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീർച്ചയായും അശ്രദ്ധയിലായിരുന്നു, ഞങ്ങളത് അറിഞ്ഞിട്ടേയില്ല. ഹുനാലിക തബുലു കുല്ലു നഫ്സിൻ അവിടെ വെച്ച് ഓരോ ശരീരവും അനുഭവിച്ചറിയും, പരീക്ഷിച്ചറിയും, മാ അസ്ലഫത്ത് തങ്ങളുടെ പൂർവ കർമ്മങ്ങൾ, വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹക്ക് അവരുടെ സാക്ഷാൽ യജമാനനായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും, വളല്ല അൻഹും മാ കാനു യഫ്തറൂൻ അവർ കൃത്രിമമായി നിർമ്മിച്ച വിശ്വാസങ്ങളും കർമ്മങ്ങളുമൊക്കെ അവരിൽ നിന്ന് വഴിമാറിപ്പോവുകയും ചെയ്യും. ഖുർആൻ പഠനത്തെ സംബന്ധിച്ചും അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചൊക്കെ പല പ്രാവശ്യം ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു ഗൗരവപ്പെട്ട ഒരു സംഗതി കൂടി, അബ്ദുല്ലാഹി ബിൻ ഹൻളല റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഹിഷാം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുക. രോഗിയെ കാണാൻ വേണ്ടി ചെന്നതാണ്. രോഗി അബ്ദുല്ലാഹി ബിൻ ഹൻളല റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ ആ രോഗിയുമായി ഇങ്ങനെ ചെറിയ സംസാരങ്ങൾ, അദ്ദേഹം കിടപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സൂറത്തു അഅറാഫ് പാരായണം ചെയ്തു. രോഗികൾക്ക് ഇങ്ങനെയുള്ള യാസീൻ അതുപോലെ ഖുർആൻ ഒക്കെ കേൾപ്പിക്കുന്നത് അവരെ പരലോക ബോധമുണർത്തുന്നതിന് ഏറെ നന്നാകും. അപ്പോൾ അങ്ങനെ ഒരാൾ സൂറത്തു അഅറാഫ് ഓതി. അതിൽ 41-ാമത്തെ വചനം, ലഹും മിൻ ഫൗഖിഹിം മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ് ലഹും മിൻ തഹ്തിഹിം മിഹാദ് അവർക്ക് താഴെ നരകത്തിൻ്റെ വിരിപ്പാണ്, അഥവാ നരകത്തീയിലാണ് അവർ കിടക്കുന്നത്. വമിൻ ഫൗഖിഹിം ഗവാസ് നരകത്തിൻ്റെ തന്നെ പുതപ്പും. അപ്പോൾ താഴെയും മീതയും നരകത്താൽ കരീക്കപ്പെടുകയാണിവർ. അതാണ് സൂറത്തു അഅറാഫിലെ 41-ാമത്തെ സൂക്തത്തിൻ്റെ ആശയം.
ഇത് കേട്ടപ്പോൾ ഫബക്ക, രോഗിയായി കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു ഹൻളല റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഹത്താ ലനന്തു അന്ന നഫ്സഹു സതഖ്റുജു, അദ്ദേഹം മരിക്കുമെന്ന് വരെ ഞാൻ പേടിച്ചു പോയി കരച്ചിലിൻ്റെ കോലം കണ്ടിട്ട്. വഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, സ്വാറു ബൈന അത്ബാഖിന്നാർ, അവർ നരകത്തിൻ്റെ തട്ടുകളിൽ അകപ്പെട്ടു അല്ലേ, ഇവർ നരകത്തിൻ്റെ തട്ടുകളിൽ അകപ്പെട്ടു. സുമ ഖാമ അലാ റിജ്ലൈഹി, പിന്നെ രോഗി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഉഖൂദ്, നിങ്ങൾ അവിടെ ഇരിക്കി. നമ്മളും പറയാലോ, രോഗികൾ വയ്യാതെ വേച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ പറയില്ല, നിങ്ങൾ ഇരിക്കി, നിങ്ങൾ അവിടെ ഇരിക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാം, മനഅനി അൽ ഖുഊദു ദിക്റു ജഹന്നം, ഈ നരകത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. വലഅല്ലി അഹദുഹും, എൻ്റെ പേടി ഞാനതിൽ പെടുമെന്ന. ഇപ്പോൾ ഖുർആനിൽ നരകത്തെ സംബന്ധിച്ച്, നരകക്കാരെ സംബന്ധിച്ചുള്ള പരാമർശം കേൾക്കുമ്പോൾ രോഗിയായ അബ്ദുല്ലാഹിബ്നു ഹൻളല റളിയല്ലാഹു അൻഹു ഏറെ പേടിച്ച് ബേജാറായി, ഞാനതിലുണ്ടാകുമോ? നമ്മളെ പേടിപ്പിക്കേണ്ടത് അതാണ്. നരകത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ, നരകത്തെ സംബന്ധിച്ച് വായിക്കുമ്പോൾ എൻ്റെ ഇരിപ്പിടം എവിടെയായിരിക്കുമെന്ന് നമ്മൾ വെപ്രാളപ്പെടണം. എന്നിട്ട് അള്ളാഹുവിനോട് കാവലെന്ന് ചോദിക്കണം, അള്ളാഹ് ആ നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ, അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ആ സ്വർഗത്തിൽ അള്ളാഹുവിനോട് ഇടം ചോദിക്കണം. അങ്ങനെയാണ് ഖുർആൻ ഓതിയത്. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു ഖുർആൻ ഓതിയിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ ഖുർആനിൻ്റെ അക്ഷരങ്ങളിലൂടെ അങ്ങനെ കണ്ണോടിക്കുക എന്നുള്ളത് മാത്രം ഒരു ചര്യയായി സ്വീകരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഓതി വെച്ചതിലേക്ക് തന്നെ വരിക. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വ ബൈനക്കും. ആരാണ് ഈ പറയുന്നത്? ആരാധിച്ചവരോട് പറയാം. ആരൊക്കെയാണ് ആരാധിക്കപ്പെട്ടവർ? അതിൽ പലതരം വ്യക്തികളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമയുണ്ട്, മറിയം ബീവി അലൈഹിസ്സലാമുണ്ട്, ബദരീങ്ങളുണ്ട്, പല മഹാപുരുഷന്മാരുമുണ്ട്. അതൊക്കെ വിശ്വാസികൾ. ഇനി ബഹുദൈവ വിശ്വാസികളോ? അവർക്ക് ഒരുപാട് ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ ജീവനില്ലാത്ത മരങ്ങൾ, കല്ലുകൾ, പാമ്പ്, എലി, പോത്ത്, ആന, പലതരം വിഗ്രഹങ്ങൾ. ഇത്തരം ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജീവനുള്ളവയെ, ജീവനില്ലാത്തവർക്ക് ആ വിഷയം വരുന്നില്ലല്ലോ. നിങ്ങൾ ആരാധിച്ച പേരും അറിഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ അതിനെ സംബന്ധിച്ച് തീർത്തും അശ്രദ്ധരായിരുന്നു എന്നാണ് അവർ പറയുക. ഈസാ നബി അലൈഹിസ്സലാം പറയും, മറിയം ബീവി അലൈഹിസ്സലാം പറയും. അതേമാതിരി നമ്മളുടെ സമുദായത്തിൽ തന്നെ പലപ്പോഴും പുണ്യപുരുഷന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ പുണ്യവാന്മാരായ ആൾക്കാർ പറയും, എന്താ പറയുക? ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ ബൈനക, അള്ളാഹ് സാക്ഷി പറയട്ടെ, അള്ളാഹ് സാക്ഷി പറയട്ടെ നമുക്കിടയിൽ. ഇൻകുന്ന എന്നുള്ള അർത്ഥം അവിടെ തീർച്ചയായും, തീർച്ചയായും ഞങ്ങളായിരുന്നു അൻ ഇബാദത്തിക്കും, നിങ്ങളുടെ ഇബാദത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങളോട് ആരാധിച്ചിരുന്നു, നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നേർച്ചകൾ നടത്തിയിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പൂജകൾ നടത്തിയിരുന്നു, നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഗാഫിലീൻ, ഞങ്ങൾ അതിനെ സംബന്ധിച്ച് തീർത്തും അജ്ഞരാണ്. നിങ്ങൾ പറഞ്ഞതല്ല, ഈസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് ചോദിക്കുന്ന വിവരം സൂറത്ത് മാഇദയുടെ അവസാനത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഈസാ, നീയാണോ നിന്നെയും നിൻ്റെ മാതാവിനെയും ദൈവമാക്കണമെന്ന് അവരോട് കൽപ്പിച്ചത്? അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന മറുപടി എന്താ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്കറിയാമല്ലോ. എൻ്റെ മരണശേഷം എന്തുണ്ടായി എന്ന് എനിക്കല്ലല്ലോ നാഥ അറിയാം, നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ കുന്ന അൻ ഇബാദത്തിക്കും ലഗാഫിലീൻ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് തീർത്തും അജ്ഞരായിരുന്നു, അശ്രദ്ധരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ ശിർക്ക് സംബന്ധമായ, ബഹുദൈവത്വ സംബന്ധമായ ഒരു ലാഞ്ചനയും യഥാർത്ഥത്തിൽ മുഅ്മിനുകളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുക ഇല്ലെന്ന് മാത്രമല്ല, പരലോകത്ത് മഹാനഷ്ടമായി തീരുകയും ചെയ്യും എന്നതാണ് അല്ലാഹു തആല നമ്മളെ ഉണർത്തുന്നത്. ഹുനാലിക, അപ്പോൾ അതാണ് സന്ദർഭം. ആ സന്ദർഭത്തിൽ തബ്ലു കുല്ലു നഫ്സിൻ, ഓരോരുത്തരും പരീക്ഷിച്ചറിയും,
ഓരോരുത്തരും കണ്ടറിയും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഓരോരുത്തരും പരീക്ഷിച്ചറിയും, ഓരോരുത്തരും അനുഭവിച്ചറിയും. ബലാ യബുലു, ബലാ അതിനുണ്ടായ വാക്ക് തന്നെയാണ്. കുല്ലു നഫ്സിൻ, ഓരോരുത്തരും, മാ അസ്ലഫത്ത്, സലഫ് പറയാറില്ലേ, സലഫി സംഘടനകൾ, സലഫി പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പൂർവികരുടെ. ഇപ്പോൾ കഴിഞ്ഞു പോയത് എന്നുള്ള അർത്ഥമാണ്. അസ്ലഫാന കഴിഞ്ഞു പോയത്. മാ അസ്ലഫത്ത്, കഴിഞ്ഞു പോയത് അഥവാ മുൻ കർമ്മങ്ങൾ, മുൻപ് ചെയ്തു പോയിട്ടുള്ള പൂർവ്വകാല കർമ്മങ്ങളൊക്കെയും അവിടെ പരീക്ഷിച്ചറിയും. ഓരോന്നും പരീക്ഷിക്കും. എന്താണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് പുണ്യം, ഏതാണ് ശിർക്ക് എന്നുള്ളത് ഓരോന്നും വ്യവച്ഛേദിച്ച് പരീക്ഷിച്ച് ഓരോരുത്തരും അറിയുക തന്നെ ചെയ്യും. അവിടെ വെച്ചിട്ട് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും അല്ലാഹു തആല ബോധ്യപ്പെടുത്തും, ഇന്ന കർമ്മങ്ങൾ നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, അത് ഞാൻ സഹിക്കാത്തതാണ്, പൊറുക്കാത്തതാണ്, ക്ഷമിക്കാത്തതാണ്, ശിർക്ക് പ്രത്യേകിച്ചു. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പൂർവ്വകർമ്മങ്ങൾ നിരീക്ഷിച്ചറിയും, കണ്ടറിയും, അനുഭവിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അവിടെ ചെന്ന് അനുഭവിച്ച് അറിഞ്ഞിട്ടെന്താ? ഒരു കാര്യമല്ല. അവിടെ ചെന്ന് ഫലപ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. കർമ്മങ്ങൾ ഇവിടുന്ന് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്വീകാര്യതയും അള്ളാഹുവിൻ്റെ അംഗീകാരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. അതിന് നിരക്കാത്തത് ആര് എത്ര വലിയ ഭൂരിപക്ഷം പ്രചരിപ്പിച്ചാലും നമുക്ക് സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെ തൃപ്തിപ്പെടുത്തേണ്ടതുള്ളൂ? അള്ളാഹനെ മാത്രം. നാട്ടുകാരെ മുഴുവൻ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുക. അതാണ് ഇതിലൂടെ ഈ വരികളിൽക്കിടയിലൂടെ നമ്മൾ ഉണർത്തുന്നത്. ദുനിയാവിൽ നിങ്ങളുടെ ജീവിതകാലത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടതും പൊരുത്തപ്പെട്ടതുമായ കർമ്മങ്ങളെ ചെയ്യാവൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പരലോകത്ത് അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായി ഭവിക്കും. അതാണ് ഹുനാലിക്കും തബുലു കുല്ലു നഫ്സിൻ, ഓരോ നഫ്സും പരീക്ഷിച്ചറിയും അല്ലെങ്കിൽ അനുഭവിച്ചറിയും. മാ അസ്ലഫത്ത്, അത് മുൻകൂട്ടി ചെയ്തു വെച്ചത്, അവർ മുൻകൂട്ടി ചെയ്തു വെച്ച പൂർവ്വകർമ്മങ്ങൾ. റുദ്ദു ഇലല്ലാ, പിന്നെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അല്ലെങ്കിൽ ഒരു അള്ളാഹിൻ്റെ മുമ്പ് തന്നെ ഉള്ളത്, അവരല്ലാഹുവിൻ്റെ പിടിയിലും നിയന്ത്രണത്തിലും ആണല്ലോ. പിന്നെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവൻ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന്, അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് അവർ വിടപ്പെടും. അള്ളാഹിൻ്റെ വിധി എന്തായിരിക്കും? അവൻ്റെ ഇഷ്ടപ്രകാരമല്ല ജീവിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് വിധി നമുക്കറിയാലോ. അതാണ് ദുനിയാവെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. റുദ്ദു ഇലല്ലാ, അള്ളാഹുവിലേക്ക് മടക്കപ്പെടും, റദ്ദ് ചെയ്യപ്പെടുക. മൗലാഹും അൽ ഹക്ക്, അപ്പോൾ അവരുടെ സാക്ഷാൽ മൗല. ഇവിടെ മൗലാറിന് വലിയ എന്നുള്ളതിനുണ്ടായ വാക്ക് തന്നെ മൗലാന്ന്. ഉറ്റമിത്രം, സാക്ഷാൽ സംരക്ഷകൻ, രക്ഷകൻ, അതൊക്കെയാണ് മൗല. അവനിലേക്ക് മടക്കുക. ഇവിടെ മൗലകൾ പലതും ഉണ്ട്. ഇവിടെ പല ജാതി ഔലിയാക്കന്മാരും മൗലാക്കന്മാരും ഒക്കെ ഉണ്ട്. അവിടെ യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ മൗല ആരാണോ, രക്ഷകൻ ആരാണോ, അവനിലേക്കാണ് അവർ മടക്കപ്പെടുക. ഹക്ക് എന്ന സത്യമായ യാഥാർത്ഥ്യമായ. വല്ല അൻഹും, അവരിൽ നിന്ന് വഴിമാറിപ്പോകും. ഈ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾ, ആരാധിച്ചിരുന്ന ദൈവങ്ങൾ, ചിലപ്പോൾ ജീവനുള്ളവർ, ചിലപ്പോൾ മരണപ്പെട്ടവർ, ചിലപ്പോൾ നിർജീവമായ വസ്തുക്കൾ, ഇവയൊക്കെയും ഇവരിൽ നിന്ന് മാറിപ്പോയി. ഇവിടെ വീമ്പിളക്കിയിരുന്നത് എന്താണ്? ഇവിടെ വാദിച്ചിരുന്നത് എന്താണ്? ഞങ്ങൾ എങ്ങനെ ആയാലും ഇവരുടെയൊക്കെ ശുപാർശകളിലൂടെ രക്ഷപ്പെടും. അങ്ങനെയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരെ, പ്രത്യേകിച്ചും ജൂതന്മാർ, പിന്നെ ക്രൈസ്തവർ, മുസ്ലിം ജനവിഭാഗത്തിലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ, ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ പറയണ്ട, ഇവരുടെയൊക്കെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് മഹാ അബദ്ധമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോകം കൊണ്ടുള്ള കളിയാണ്. ആരോടെങ്കിലുമുള്ള വാശി തീർക്കാനാണെങ്കിൽ മഹാവിഡിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വല്ല അൻഹും, അവരിൽ നിന്ന് വഴിമാറിപ്പോകും, തെറ്റിപ്പോകും. മാ കാനു യഫ്തറു, കണ്ടോ, അവർ കൃത്രിമമായി നിർമ്മിച്ച എല്ലാ വിശ്വാസങ്ങളും, എല്ലാ ആചാരങ്ങളും, എല്ലാ ആരാധനകളും, എല്ലാ അനുഷ്ഠാനങ്ങളും ഒന്നും കിട്ടൂല എന്നർത്ഥം. എല്ലാം അവിടെ നിന്ന് അവരിൽ നിന്ന് അപ്രത്യക്ഷമാകും. പിന്നെ എന്താ ഉണ്ടാവുള്ളൂ? കറ കളഞ്ഞ തൗഹീദിൽ, ഇഖ്ലാസിൽ, ഈമാനിൽ, പ്രവാചകൻ്റെ വഴിയിൽ ജീവിച്ചവരുടെ കർമ്മങ്ങൾ മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിനെയും ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കേണ്ട വിധം സ്വീകരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.